ഇന്ന് നമ്മൾ പച്ചപ്പപ്പായ കൊണ്ടൊരു അടിപൊളി ഐറ്റമാണ് കേട്ടോ ഉണ്ടാക്കാൻ പോണത്. ചോറിൻ്റെ കൂടെ സൈഡായിട്ടും ചായയുടെ കൂടെ വെറുതെ കഴിക്കാനൊക്കെ ഉണ്ടാക്കാവുന്ന ഒരു അടിപൊളി ഐറ്റമാണ്. ഒരു തവണയെങ്കിലും നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാനിവിടെ മീഡിയം സൈസിലുള്ളൊരു പപ്പായയുടെ പകുതിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ കുരുവും തൊലിയും ഒക്കെ കളഞ്ഞിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇത് നീളത്തിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി ചെറിയ ചെറിയ ക്യൂബ്സ് ആയിട്ട് വേണമെങ്കിൽ അങ്ങനെയും കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ തൊലിയും കുരുവും ഒക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കട്ട് ചെയ്യാം കേട്ടോ. ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി വേണമെങ്കിൽ എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഇതുപോലെ കണ്ടോ നീളത്തിലാണ് കേട്ടോ മുറിച്ചെടുക്കുന്നത്. നീളത്തിലാവുമ്പോൾ കാണാനൊരു ഭംഗിയുണ്ടാവും. ഇത് കഴുകിയിട്ടൊന്നുമില്ല കേട്ടോ. കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മളിത് കഴുകിയെടുക്കുന്നത്. കണ്ടോ ഇതുപോലെയാണ് കേട്ടോ. അപ്പോൾ നമുക്കെല്ലാം കട്ട് ചെയ്ത് മാറ്റി വെക്കാം. ഇനി നമ്മളിത് തിളച്ച വെള്ളത്തിലിട്ട് ഒന്നങ്ങോട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കുറച്ച് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇത് ആ വെള്ളം തിളച്ച് വരുന്ന സമയത്ത് നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പപ്പായയുടെ കഷ്ണങ്ങൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങളിതിന് കറുവത്ത് എന്നാട്ടോ പറയാം. നിങ്ങളെന്താ പറയുക എന്നുള്ളതൊന്ന് കമൻ്റ് ഇടണേ. ഒരുപാട് പേരുണ്ടല്ലേ, കറൂത്ത, കറുമൂസ, പപ്പായ, ഓമക്കായ, അങ്ങനെ കുറേ പേരുണ്ടല്ലേ. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ എന്താണ് ഇതിനെ വിളിക്കുകയെന്ന് താഴെ ഒന്ന് കമൻ്റ് ഇടാം കേട്ടോ. അപ്പോൾ ഒരു 2-3 മിനിറ്റ് നമുക്കിത് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഒരുപാട് അങ്ങോട്ട് വെന്ത് കുഴഞ്ഞു പോകണ്ട കേട്ടോ. ഒന്നങ്ങോട്ട് വേവിച്ചെടുത്താൽ മതി. ഇതിൻ്റെ ആ ഒരു റോസ്മെല്ലൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ പകുതി വെന്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്കിത് ഇനി നമ്മൾ അടുത്ത മെത്തേഡ് ഇത് ഫ്രൈ ചെയ്തെടുക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഫ്രൈ ചെയ്യുമ്പോൾ ഒരുപാട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഉള്ളിലൊക്കെ നല്ലപോലെ വെന്ത് കിട്ടുകയും ചെയ്യും. ഇങ്ങനെ ആദ്യം നമ്മളൊന്ന് വേവിച്ചെടുക്കും. അതിൻ്റെ ആ ഒരു റോസ്മെല്ലൊക്കെ ഒന്ന് പോയി കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇത് ആ തിളച്ച വെള്ളത്തിലൊരു 3 മിനിറ്റ് ഇട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് ചൂട് പോകാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ചൂട് പോയതിന് ശേഷം ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ സാധാരണ ഉപ്പ് വെള്ളം നല്ല കേട്ടോ തിളപ്പിച്ചത്. ഉപ്പ് നമ്മളിതിലേക്ക് ചേർത്തിട്ടേ ഇല്ല. ഇനിയാണ് ഉപ്പ് ചേർക്കുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1.5 ടീസ്പൂൺ കശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഇതിന് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് കശ്മീരി മുളക് പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. സാധാരണ മുളക് പൊടിയാണെങ്കിൽ എരിവിനനുസരിച്ചിട്ട് എടുക്കാം. ഒരു നുള്ള് കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ 1/4 ടീസ്പൂൺ ഗരം മസാല, 2.5 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ. ഇത്രയാണ് കേട്ടോ ഇതിലേക്ക് ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മസാലപ്പൊടികളും വിനാഗിരിയോ പുളിക്ക് വേണമെങ്കിൽ കുറച്ച് നാരങ്ങ നീരൊക്കെ ചേർക്കാം. ഞാനിപ്പോൾ ഇത് സിമ്പിളായിട്ടുള്ളൊരു ഫ്രൈ ആണ് ചെയ്യുന്നത്, കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു രീതിയിൽ. ഇനി നമുക്ക് വലിയവർക്കൊക്കെ ആണെങ്കിൽ കുറച്ച് പുളിയൊക്കെ ഇഷ്ടമായിരിക്കും. അപ്പോൾ നാരങ്ങ നീരൊക്കെ വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ കൈ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കുന്നില്ല കേട്ടോ. ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ നമ്മൾ ഫ്രൈ ചെയ്യുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് എണ്ണ ചൂടാക്കി എടുത്തിട്ടുണ്ട്. നല്ല തിളക്കുന്ന എണ്ണയിലേക്ക് നമുക്ക് ഓരോന്നായിട്ട് ഇതുപോലെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ ഓൾറെഡി വേവിച്ചെടുത്തോണ്ട് നല്ല ചൂടുള്ള എണ്ണയിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് അങ്ങോട്ട് ഫ്രൈ ചെയ്ത് കോരിയാൽ മതി കേട്ടോ. ഉൾഭാഗം വെന്ത് കിട്ടുമോ എന്നുള്ള പേടിയൊന്നുമില്ലല്ലോ. നമ്മൾ ഓൾറെഡി പകുതിയോളം വേവിച്ചെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നല്ല ചൂടുള്ള എണ്ണയിൽ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് കോരിയാൽ മതി കേട്ടോ. അപ്പോൾ ഇതാ ഒരു ബാച്ച് റെഡി ആയിട്ടുണ്ട്. ഇത് പകുതിയോളം ഫ്രൈ ആവുന്ന സമയത്ത് കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും കേട്ടോ. ഞാൻ സെക്കൻഡ് ബാച്ച് ആയപ്പോഴാണ് ഓർത്തത്. അപ്പോൾ ഇതാ കുറച്ച് കറിവേപ്പില കൂടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു നല്ലൊരു ഫ്ലേവറും കൂടെ ഇതിന് കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഈ ഒരു പപ്പായ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുവരെ നിങ്ങൾ പപ്പായ വെച്ചിട്ട് ഇതുപോലൊരു ഫ്രൈ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. ചായയുടെ കൂടെ വെറുതെ കഴിക്കാനാണെങ്കിലും ചോറിൻ്റെ കൂടെ സൈഡായിട്ട് കഴിക്കാനൊക്കെ അടിപൊളിയാണ്. ട്രൈ ചെയ്ത് നോക്കുക. കൂടുതൽ വീഡിയോസിനായിട്ടൊന്ന് ഫോളോ ചെയ്യുക.